السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله مولانا العظيم. المجاهد من جاهد نفسه في طاعة الله. صدق رسول الله. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുസ്വഭാവങ്ങൾക്ക് ശമനമുണ്ടാക്കാനുള്ള ചികിത്സാരീതികളെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നാം സംസാരിച്ച് തുടങ്ങിയത്. ദുസ്വഭാവങ്ങൾ മനുഷ്യനിൽ നിന്ന് പ്രകടമാകാൻ കാരണം എന്താണ് ചില ആൾക്കാർ സൽസ്വഭാവികൾ, എന്താ ചില ഭൂരിപക്ഷം ആളുകളും ദുസ്വഭാവികൾ, എന്താ കാരണം? അതിൻ്റെ കാരണം, ദുസ്വഭാവങ്ങളുടെ മൂലകാരണം മനസ്സിലെ രോഗമാണ്, ഹൃദയത്തിലെ രോഗമാണ്. ഈ മനസ്സിൻ്റെ രോഗങ്ങൾ ശരീരത്തിൻ്റെ രോഗങ്ങളെക്കാൾ ഗുരുതരവും നാശകരവുമാണ്. മാത്രമല്ല, മനസ്സിലെ രോഗങ്ങൾ ശരീരത്തിൻ്റെ രോഗമായ ക്യാൻസറിനേക്കാൾ നിഗൂഢവും അവ്യക്തവുമായിരിക്കും. ശരീരത്തെ ബാധിക്കുന്ന ക്യാൻസർ പലപ്പോഴും കണ്ടെത്താൻ വൈകും. അതിൻ്റെ ലക്ഷണങ്ങൾ, ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ വെളിയിൽ ചാടാൻ വൈകും. കണ്ടെത്തുമ്പോഴേക്ക് 3-4 സ്റ്റേജുകൾ കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ ചികിത്സ ഫലിക്കില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും അത് കണ്ടെത്താൻ ഒരുപാട് പരിശോധനാ രീതികളുണ്ട്. വിവിധ തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, സ്കാനിങ്ങുകൾ, ബയോപ്സി അടക്കമുള്ള പരിശോധനാ രീതികളൊക്കെ ആധുനിക മെഡിക്കൽ സയൻസിൽ ലഭ്യമാണ്. നമുക്കതിന് സൗകര്യമുണ്ട്. എന്നാൽ ഈ മനസ്സിലെ രോഗമുണ്ടല്ലോ, ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾ കരുതരുത്. പരിശുദ്ധ ഖുർആനിൽ 11 ഹൃദയരോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫീ ഖുലൂബിഹിം മറദ് ഫസാദഹുമുല്ലാഹു മറളാ. പുണ്യനബി തങ്ങളെ തിരസ്കരിച്ച, അള്ളാഹുവിന്റെ ഹബീബിനെ തെറി പറഞ്ഞ, സത്യവിശ്വാസികളെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരുന്ന അവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, കപടന്മാരെ കുറിച്ച് പറഞ്ഞത്, അടിസ്ഥാനപരമായ കുഴപ്പം, അവരുടെ കുഴപ്പം എന്താണെന്നറിയോ? ഫീ ഖുലൂബിഹിം മറളുൻ, അവരുടെ ഹൃദയത്തിനകത്ത് രോഗമുണ്ട് എന്നാണ്. ഈ രോഗം കാർഡിയോളജിസ്റ്റുകളെ സമീപിച്ച് ചികിത്സ തേടിയാൽ കണ്ടെത്താനാകുന്നതല്ല, എക്കോ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാനാകുന്ന രോഗമല്ല ഈ ഖുർആൻ പറഞ്ഞ ഹൃദയരോഗം. മനസ്സിന്റെ രോഗം എന്നുള്ള നിലക്ക് മാനസിക രോഗ വിദഗ്ധന്മാരായ സൈക്യാട്രിസ്റ്റുമാരെയും സൈക്കോളജിസ്റ്റുമാരെയും സമീപിച്ചാൽ ഈ രോഗത്തിന് ചികിത്സ അവർക്ക് നിർദ്ദേശിക്കാനാകൂല.
ഇത് കാർഡിയോളജിക്ക് കണ്ടെത്താൻ പറ്റൂല, മനഃശാസ്ത്ര വിദഗ്ധർക്കോ മാനസിക രോഗ വിദഗ്ധന്മാർക്കോ കണ്ടെത്താൻ പറ്റൂല. ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് അല്ലാഹു ഖുർആനിൽ വിവിധ ഇടങ്ങളിൽ 11 സ്ഥലത്ത് പറഞ്ഞ ഈ രോഗമുണ്ടല്ലോ, അസൂയ എന്ന രോഗം, ആർത്തി എന്ന രോഗം, അഹങ്കാരം എന്ന രോഗം അടക്കമുള്ള മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, ഇത് കണ്ടെത്താൻ എന്താ മാർഗം? ഖുർആനിക് സ്കാനിങ്. അങ്ങനെ ഒരു സ്കാനിങ് ഉണ്ട്. ആ സ്കാനിങ്ങിന്റെ പേരാണ് ബസ്വീറത്ത്. ഖുർആനിക് സ്കാനിങ്, ബസ്വീറത്ത് എന്ന് പറഞ്ഞൊരു സ്കാനിങ് ഉണ്ട്. എന്താ ബസ്വീറത്ത്? ഉൾക്കാഴ്ച, ഉള്ളിലേക്ക് കാണാനുള്ള കണ്ണ്. ഈ കണ്ണല്ല, ഉള്ളിലേക്ക് കാണാനുള്ള കണ്ണുകൊണ്ട് സ്കാൻ ചെയ്താലാണ് ഈ മനോരോഗങ്ങളെ കണ്ടെത്താനാവുക. അത് എനിക്കാ ഉള്ളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ആ രോഗം എനിക്ക് കാണാൻ പറ്റും, നിങ്ങളെ രോഗം എനിക്ക് കാണാൻ പറ്റും. എനിക്കും നിങ്ങൾക്കും ഉള്ളിലേക്ക് കാണാനുള്ള കണ്ണില്ലെങ്കിലോ അത് ഉള്ളവരെ മുന്നിൽ ചെന്നാൽ അവർ കണ്ടെത്തി പറഞ്ഞു തരും ഈ സൂക്കേടൊക്കെ ഉണ്ട്. മാത്രല്ല, ഇനി അത് ഉണ്ട് എന്ന് ബോധ്യമായാലോ, ഈ മനസ്സിനുള്ള രോഗങ്ങൾ, ഗുരുതരമായ രോഗങ്ങൾ ഉണ്ട് എന്ന് ബോധ്യമായാലോ, ഞാനത് ബാധിച്ച ആളാണെന്ന് തിരിച്ചറിഞ്ഞാലോ ചികിത്സക്ക് തയ്യാറാവില്ല. ക്യാൻസർ ആണെങ്കിൽ കിടക്കുന്ന കിടപ്പാടം വിറ്റും ട്രീറ്റ് ചെയ്യും. ഡോക്ടർ പറയാം 50-50 ചാൻസ് ഉള്ളൂ. 3-ാം സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ട്. ആരെങ്കിലും ചികിത്സ വേണ്ടെന്ന് പറയോ? ഞാൻ പറയോ? നിങ്ങൾ പറയോ? പറയണ്ട, ചികിത്സിക്കണം. എന്നിട്ടോ പൈസയും പോവും, സമാധാനവും പോവും, അവസാനം ആളും പോവും, കിടപ്പാടും പോയിട്ടുണ്ടാവും. ചികിത്സിക്കൂലേ? ചികിത്സിക്കും. എന്നാൽ ഈ രോഗമുണ്ടല്ലോ, ദുന്യാവിനെയും ആഖിറത്തിനെയും തകർക്കുന്ന ഈ മനസ്സിന്റെ രോഗമുണ്ടല്ലോ, അവിടെ ചികിത്സിക്കാൻ ആളുകൾക്ക് താല്പര്യം കുറവാകും. എന്താ കുറവാകാൻ കാരണം? ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ മനസ്സിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടുള്ള ചികിത്സയാണ്. ഇതിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞാൽ മനസ്സ് അങ്ങേയറ്റം വെറുക്കുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള ചികിത്സയാണ്. അത് മനസ്സ് സമ്മതിക്കൂല. തടിയുടെ രോഗത്തിന് എന്ത് ത്യാഗം സഹിക്കാനും, എത്ര പൈസ ചെലവാക്കാനും, എത്ര സമയം ചെലവഴിക്കാനും, വേണമെങ്കിൽ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറാനും ഒക്കെ ഓക്കെ ആയിരിക്കും. ഇതിന് ചികിത്സിക്കാനോ നമ്മുടെ പള്ളിയിൽ പരിസരത്ത് ആളുണ്ടെങ്കിൽ തന്നെ ആ ചികിത്സക്ക് പോകൂല. കാരണം മനസ്സ് വെറുത്ത ചികിത്സ, വെറുക്കുന്ന ചികിത്സ. എന്നാ കേട്ടോളൂ, മനസ്സിൻ്റെ വെറുപ്പ് സഹിച്ചുകൊണ്ട് നമ്മിലെ ദുഷിച്ച വികാരങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടുന്ന മനസ്സ് വെറുക്കുന്ന മരുന്ന് കഴിച്ചിട്ടല്ലാതെ ഒരാൾക്കും സൽഗുണനാകാനാവില്ല, സൽസ്വഭാവിയാകാനാകില്ല, ഒരാൾക്കും സ്വർഗത്തിലെത്താനോ ആവില്ല. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഒരു ഹദീസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ഒരു മനസ്സ് വെറുക്കുന്ന റൂട്ടിലൂടെ ഓടാതെ എനിക്കും നന്നാകാൻ പറ്റില്ല, നിങ്ങൾക്കും നന്നാകാൻ പറ്റില്ല, എനിക്കും സ്വർഗം കിട്ടില്ല, നിങ്ങൾക്കും കിട്ടൂല. മനസ്സ് വെറുത്ത വഴി കൂടെ പോണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ പറയുന്നു, ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹു സ്വർഗം പടച്ച് സംവിധാനിച്ചു വെച്ചു. അല്ലാഹ് സ്വർഗം പടച്ചു. സ്വർഗത്തിന്റെ സൃഷ്ടിപ്പ്, അതിനകത്തുള്ള സംവിധാനങ്ങളെല്ലാം റെഡിയാക്കി സംവിധാനിച്ച് പൂർത്തിയായപ്പോൾ ഖാലല്ലാഹു തആല ലി ജിബ്രീൽ അലൈഹിസ്സലാം, സ്വർഗത്തിന്റെ സംവിധാനം, അതിൻ്റെ പടപ്പ്, സൃഷ്ടിപ്പ് കഴിഞ്ഞ് അള്ളാഹ് അതിൽ നിന്ന് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞു, ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, ഞാൻ എൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ച, പടച്ചു വെച്ച ആ സ്വർഗത്തിലേക്കൊന്ന് പോകൂ, എന്നിട്ടൊന്ന് നോക്കൂ, എന്നിട്ടൊന്ന് വിലയിരുത്തൂ, ഒന്ന് പോയി കണ്ടേച്ചു വാ. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അള്ളാഹു പടച്ചൊരുക്കി വെച്ച സ്വർഗം കാണാൻ പോയിട്ട് അതിൻ്റെ വിശാലതയും മനോഹാരിതയും നയനമനോഹരമായ അതിലെ കാഴ്ചകളും അതിനകത്തല്ലാഹു ഒരുക്കി വെച്ച സൗകര്യങ്ങളും സുഖവാസ കേന്ദ്രങ്ങളും എല്ലാം കണ്ടു. അർളുഹസ്സമാവാതു വൽ അർൾ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആകാശഭൂമികളോളം
വ്യാപ്തിയുള്ള വിശാലമായ മനോഹരമായ സ്വർഗം കണ്ട് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ തിരിച്ചെത്തി ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. പടച്ചവനെ, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, നിന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം. ഞാൻ നീ പടച്ച സ്വർഗം പോയി കണ്ടു. എനിക്ക് പറയാനുള്ളത് നിന്റെ ഇസ്സത്താണ് സത്യം. ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. ആ സ്വർഗം ആരും കാണണ്ട, അതിനെക്കുറിച്ച് കേട്ടാൽ തന്നെ മതി. അല്ലാഹുവേ, അത് ഞാൻ കണ്ട പോലെ ആരും കാണേണ്ടതില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും കൃത്യമായി കേട്ടാൽ ഇല്ലാ ദഖലഹ, അതിൽ വന്ന് പ്രവേശിച്ചിരിക്കും, അതിലേക്ക് കടന്നു വന്നിരിക്കും. അല്ലാ, ഞാൻ കണ്ട പോലെ കണ്ടാലോ പറയേണ്ടതില്ല, സ്വർഗം കാണുന്നും വേണ്ട, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കേട്ടാൽ കേട്ടവരാരും അങ്ങോട്ട് കടന്നു വരാതിരിക്കില്ല. അങ്ങോട്ട് എത്താൻ വേണ്ടതൊക്കെ ചെയ്ത് അവിടെ കയറി പറ്റും. അല്ലാഹുവേ, അപ്പോൾ അള്ളാഹു ചെയ്തത് സുമ്മ ഹഫ്ഫഹാ ബിൽ മകാരിഹി. അപ്പോൾ സ്വർഗത്തിന് മതിൽ കെട്ടിയിരുന്നില്ല. നമ്മളിപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ അവസാനത്തെ ഫിനിഷിംഗ് അല്ലേ, മുറ്റത്തിൻ്റെ പണിയും മതിൽ കെട്ടും അല്ലേ? അല്ലാഹ് സ്വർഗത്തിന്റെ മൊത്തം പണി തീർത്തിരുന്നു, മതിൽ കെട്ടിയിരുന്നില്ല. സുമ്മ ഹഫ്ഫഹ, ജിബ്രീൽ അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുത്ത് ഈ അഭിപ്രായം പറഞ്ഞു, അതിനെക്കുറിച്ച് കേട്ടവരൊക്കെ അവിടെ കയറും എന്ന് പറഞ്ഞപ്പോ സുമ്മ ഹഫ്ഫഹാ ബിൽ മകാരിഹി, സ്വർഗത്തിന് അള്ളാഹു വേലി കെട്ടി, അല്ലെങ്കിൽ മതിൽ കെട്ടി. എന്തുകൊണ്ടാ മതിൽ കെട്ടിയത്? മൺകട്ട കൊണ്ടല്ല, ചൂളക്കിട്ട ഇഷ്ടിക കട്ട കൊണ്ടല്ല, ഹോളോ ബ്രിക്സ് കൊണ്ടല്ല, കോൺക്രീറ്റ് കട്ട കൊണ്ടല്ല. സുമ്മ ഹഫ്ഫഹ, സ്വർഗലോകത്തിന് അള്ളാഹു മതിൽ കെട്ടി. ബിൽ മകാരിഹി, മനസ്സ് വെറുക്കുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട്. മനസ്സ് വെറുക്കുന്ന സൽക്കർമ്മങ്ങളുടെ കട്ട കൊണ്ട് അള്ളാഹു സ്വർഗത്തിന് മതിൽ കെട്ടി. ആർക്കെങ്കിലും അതിനകത്തേക്ക് കയറി വരണോ? മനസ്സ് വെറുത്ത സൽക്കർമ്മം ചെയ്തിട്ട് വേണം കയറി വരാൻ. ഈ മതിൽ കെട്ടിയിട്ട് അള്ളാഹ് പറഞ്ഞു, ജിബ്രീലെ, ഇനിയൊന്ന് പോയി കണ്ടു വന്നേച്ചു പറയൂ അഭിപ്രായം. നേരത്തെ പറഞ്ഞത് അതിനെക്കുറിച്ച് കേട്ടവരൊക്കെ അവിടെ കയറുന്നല്ലേ, ഒന്ന് പോയി കണ്ടേച്ചു വരൂ. ജിബ്രീൽ അലൈഹിസ്സലാം കാണാൻ പോയി. തിരികെ വന്ന് അള്ളാഹിനോട് പറഞ്ഞത് വഇസ്സതിക, നിന്റെ പ്രതാപത്തെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്തു പറയുന്നു അല്ലാ, ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹ അഹദുൻ. എൻ്റെ പേടി ഒരൊറ്റ കുട്ടി അതിലേക്ക് കയറൂല എന്നുള്ള പേടിയിലാണ് ഇപ്പം ഞാൻ ഉള്ളത്. കാരണം മനസ്സിനോട് എതിര് പ്രവർത്തിച്ചിട്ട് വേണം അങ്ങോട്ട് കയറി വരാൻ. ലഖദ് ഖശീതു, എനിക്ക് ഭയമുണ്ടല്ലാ. എന്തു ഭയം? അല്ലാ യദ്ഖുലഹ അഹദുൻ, ഒരാളും അതിനകത്തേക്ക് കടക്കൂല എന്നുള്ള പേടി എനിക്കുണ്ട്. കാരണം മനസ്സ് വെറുത്ത വഴിയിലൂടെ പോകാൻ സാധാരണ മനുഷ്യരെ കിട്ടൂല. തുടർന്ന് അല്ലാഹ് പറഞ്ഞു, ആ സ്വർഗത്തിന്റെ ഇപ്പുറത്തന്നെ ഉണ്ട് നരകം, ഞാൻ ഒരുക്കി വെച്ചാന്ന് പോയി കണ്ടേച്ചുവാ. കണ്ടുവന്ന് പറഞ്ഞു, പടച്ചോനെ, നരകം ഞാൻ കണ്ടതുപോലെ ആരും കാണണ്ട, അതേക്കുറിച്ചൊന്ന് കേട്ടാൽ തന്നെ ഒരാളും അവിടെ പോയി പാർക്കില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടും തമ്പുരാനെ. ശരി. സുമ്മ ഹഫ്ഫഹാ ബിശഹവാത്ത്, നരകത്തിന് അല്ലാഹു മതിൽ കെട്ടി. എന്തുകൊണ്ടാ മതിൽ കെട്ടിയത്? കല്ലുകൊണ്ടല്ല മതിൽ കെട്ടിയത്, ബിശഹവാത്ത്, മനസ്സിന്റെ താല്പര്യങ്ങൾ കൊണ്ട് മതിൽ കെട്ടി. ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾ, മനസ്സിന്റെ സന്തോഷങ്ങൾ, അതുകൊണ്ട് മതിൽ കെട്ടി നരകത്തിന്. മനസ്സ് പറയുന്നിടത്ത് കൂടെ പോയാൽ അവിടെ എത്തുമെന്ന അർത്ഥം. ഈ മതിൽ കെട്ടി ഒന്നുകൂടെ പോയി കണ്ടുവരൂ നരകം എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, ഈ കണക്കിന് എല്ലാവരും അവിടെ പോയി വീഴുമെന്ന പേടി എനിക്കുണ്ട്. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്വർഗ നരകങ്ങളെ കുറിച്ചും അതിലെ മതിലിനെ കുറിച്ചും പറഞ്ഞെന്ന ഈ നബിവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ ദുർവിചാരങ്ങളോട് പടവെട്ടാതെ എനിക്കും നിങ്ങൾക്കും സ്വർഗം കിട്ടൂല. സ്വർഗം മാത്രല്ലാന്നേ, നമ്മൾ മുഅ്മിനാകണ്ടേ, നമ്മൾ മുസ്ലിം ആകണ്ടേ, നമ്മൾ മുജാഹിദാകണ്ടേ, നമ്മൾ മുഹാജിറാകണ്ടേ. 4 ക്വാളിറ്റി നമുക്ക് അനിവാര്യ. മുസ്ലിം, മുഅ്മിൻ, മുജാഹിദ്, മുഹാജിർ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി, അതാകണം. അത് പാസ് മാർക്കിനുള്ള ഗ്രേഡാണ്. 2 മുസ്ലിം, അതാകണം, നമ്മൾ മുസ്ലിങ്ങളാകണം. 3 മുജാഹിദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരാകണം.
വാളും കുന്തും തോക്കും ബോംബൊന്നും അല്ല, അല്ലാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുജാഹിദുകളാകണം. ആദ്യം പറഞ്ഞത് വളരെ റെയറായ കേസിലേ സംഭവിക്കുള്ളൂ. ഇതെപ്പോഴും സംഭവിക്കുന്ന ജിഹാദ് വേണം. 4 ഹിജറ വേണം. ഹിജറ ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്കുള്ള പലായനം എന്നുള്ള അർത്ഥത്തിലല്ല. മക്കം ഫത്ഹിന് ശേഷം ആരും നാട് വിട്ടു പോകൽ നിർബന്ധമല്ല. വലാകിൻ ജിഹാദുൻ വ നിയ്യ, ഹിജറയുടെ സ്ഥാനത്ത് ജിഹാദും നിയ്യത്തും. ഈ 4 കാര്യം വേണം. എപ്പോഴാ ഞാൻ നിങ്ങൾ മുഅ്മിനാവുക? എപ്പോഴാ മുഅ്മിനാവുക? ദുസ്വഭാവങ്ങൾ മാറ്റാത്ത കാലത്തോളം മുഅ്മിനും ആവില്ല, മുസ്ലിമും ആവില്ല, മുജാഹിദും ആവില്ല, മുഹാജിറും ആവില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ല മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് കാണാം. റസൂലുള്ള ചോദിക്കുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിനി, ആരാണ് മുഅ്മിൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? ആരാണ് സത്യവിശ്വാസി എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? സ്വഹാബാക്കൾ പറഞ്ഞു, അറിയണം. എന്താ പറഞ്ഞു കൊടുത്തത്? മൻ അമിനഹുന്നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരറിയോ? ഒരാളാണ് ജനങ്ങളുടെ സമ്പത്തിലും ജനങ്ങളുടെ ശരീരത്തിലും നിർഭയത്വം കൊടുക്കുന്നവനാരോ അവനാണ് മുഅ്മിൻ. ഞാൻ മുഅ്മിനാകണോ? നിങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം തരണം. നിങ്ങളെ സമ്പത്ത് അടിച്ചു കൊണ്ടുപോകില്ല, പറ്റിക്കൂല എന്നുള്ള വിശ്വാസം എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണം. ദേഹോപദ്രവം ഞാൻ ഏൽപ്പിക്കില്ല, നിങ്ങൾക്ക് മാനഹാനി ഏൽപ്പിക്കില്ല എന്ന ഗ്യാരണ്ടി എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടോ? അപ്പോഴേ ഞാൻ മുഅ്മിനാവുള്ളൂ. നേരെ മറിച്ച് ഞാൻ ദീനിന്റെ ആളാണ്, ദീനീ പരിശ്രമത്തിന് ബാഗെടുത്ത് നാട് കറങ്ങുന്ന ആളാണ് എന്ന് ജൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സാമ്പത്തികമായി പറ്റിക്കുന്ന, നാവുകൊണ്ട് ഉപദ്രവിക്കുന്നവൻ മുഅ്മിനല്ല. ഇത് ശിഹാബുദ്ദീന്റെ ജൽപ്പനമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. എന്താ പറഞ്ഞത്? മുഅ്മിൻ ആരാ? ജനങ്ങളുടെ ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി ഒരു ദ്രോഹവും ഏൽപ്പിക്കാതെ നിർഭയത്വം കൊടുക്കുന്നവനാരോ അവനാണ് മുഅ്മിൻ, സത്യവിശ്വാസി. നിങ്ങൾക്ക് മുസ്ലിം ആരാണെന്നറിയണോ? അലാ ഉഖ്ബിറുക്കും ബിൽ മുസ്ലിമി. ആരാ മുസ്ലിമാന്ന് ആരാന്നറിയണോ? ചന്തപ്പള്ളിയിൽ ജുമഅക്ക് വരുന്ന എല്ലാം മുസ്ലിം ആവൂല. മുനാഫിഖ് ഉണ്ടാകും ആ കൂട്ടത്തില്, കപടനുണ്ടാകും ആ കൂട്ടത്തില്. അല്ലാഹു കാക്കട്ടെ. ആരാ മുസ്ലിം? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരുടെ കരങ്ങളും ആരുടെ നാക്കുകളും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സൂക്ഷിക്കുന്നുവോ? മറ്റു മുസ്ലിമീങ്ങൾക്ക് നാവ് ശല്യമാകുന്നില്ല, കൈകൾ ശല്യമാകുന്നില്ല, അങ്ങനത്തവൻ ആരോ അവനാണ് മുസ്ലിം. എൻ്റെ നാവുകൊണ്ടും കൈകൊണ്ടും നിങ്ങൾക്ക് ആർക്കും ഉപദ്രവമല്ല എങ്കിലാണ് ഞാൻ മുസ്ലിം ആവുക. ഉപദ്രവം ഉണ്ടെങ്കിൽ മുനാഫിക്കാണ്. അലാ ഉഖ്ബിറുക്കും ബിൽ മുജാഹിദി. ആരാണ് പടവെട്ടുന്ന യോദ്ധാവ് എന്ന് നിങ്ങൾക്കറിയണോ? മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാ. അല്ലാഹുവിൻ്റെ വഴിയിൽ തൻ്റെ മനസ്സിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി നിർത്തിയവൻ. മൻ ജാഹദ നഫ്സഹു, തൻ്റെ മനസ്സിനെ ജിഹാദിലൂടെ കീഴ്പ്പെടുത്തിയവൻ. എവിടെ കീഴ്പ്പെടുത്തി? ഫീ ത്വാഅത്തില്ലാ, അള്ളാന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തി. ഇതാണ് മുജാഹിദ്. വൽ മുഹാജിറു, ഹിജറ പോയവൻ ആരാണെന്നറിയോ? മൻ ഹജറൽ ദുനൂബ വൽ ഖതായാ. പാപങ്ങൾ, തെമ്മാടിത്തരങ്ങൾ വെടിഞ്ഞ മനുഷ്യൻ. അവൻ മക്ക വെടിഞ്ഞ മദീനയിലേക്ക് പോയ സ്വഹാബാക്കളെ പോലെ, ഹിജറ പോയ മഹാന്മാരെ പോലെ റേഞ്ചുള്ളവരാണെന്ന് ഖാല റസൂലുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ എടങ്ങാറിന്റെ വയലെന്താ മുസ്ലിയാരെ ഈ പറയണേ? മനസ്സിനെതിരെ എന്തൂന്നാ ഈ പറയണേ? പൊന്നാര സഹോദരന്മാരെ, നമ്മൾ ദുരിതം പേറാതെ, പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാതെ, മനസ്സ് വെറുത്ത മാർഗങ്ങളിലൂടെ യാത്ര പോകാതെ നമുക്ക് രക്ഷയില്ല. ഉറപ്പിച്ചോ? നമുക്ക് സൗഖ്യം വേണോ? ആശ്വാസം വേണോ? വിജയം വേണോ? സമാധാനം വേണോ? പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചേ മതിയാകൂ. ചരിത്രത്തിലെ നബിമാരുടെ സംഭവങ്ങൾ ഖുർആൻ പറഞ്ഞതൊക്കെ നോക്കി. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാല് രാജാവായി ഇങ്ങനെ കുത്തിയിരുന്നു എന്നല്ലല്ലോ പറയണേ. ആണോ? മൂസാ നബി ജീവിതാന്ത്യം വരെ സുഖിച്ച് രമിച്ച് ജീവിച്ചു എന്നാണോ പറയുന്നത്? ആണോ? ഈസാ നബി അലൈഹിസ്സലാം സുഖലോലുപരായി ജീവിച്ചു എന്നാണോ ഖുർആൻ പറഞ്ഞിരുന്നത്? അല്ല. മഹാന്മാരായ നബിമാരൊക്കെ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ സഹിച്ച് മനസ്സ് വെറുത്ത വഴിയിലൂടെ യാത്ര ചെയ്ത്
അള്ളാഹുവിലേക്ക് പോയവരാണ്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നടന്നെടുത്തവരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പലസ്തീനിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഗസക്കാരെ അവിടുന്ന് നീക്കിയിട്ട് അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് ആ ടൂറിസ്റ്റ് പ്ലേസ് ഇസ്രായേലും US-ഉം പങ്കിട്ടെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോ എന്താ പേടിക്കാൻ? മുത്ത് റസൂൽ സ്വന്തം നാട്ടിൽ നിന്ന് ഇറക്കി പോയിട്ടില്ലേ? അങ്ങനൊന്നും കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ? ഏറുകൊണ്ട് പഴികേട്ട് തെറികേട്ട് പിറന്ന നാട്ടിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സൃഷ്ടികളിലെ ഉത്തമരായ മുഹമ്മദുർ റസൂലുള്ളാഹി പോയില്ലേ? റസൂലും സഹാബാക്കളും മർദ്ദനങ്ങൾ, പീഡനമുറകൾ സഹിച്ചപ്പോഴല്ലേ അള്ളാഹു ഇറക്കി കൊടുത്തത് സൂറത്ത് ശറഹില് ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. 2 തവണ ആവർത്തിച്ചു പറഞ്ഞു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ചെവി തുറന്ന് കേൾക്ക്, ഉറങ്ങല്ലേ. ഇതൊക്കെ പറയുമ്പോ എങ്ങനെ ഉറക്കരുന്നേ? എനിക്കതാ മനസ്സിലാകത്ത്. ഇത് നെഞ്ചില് കൊള്ളുന്ന വർത്താനാ, ഉറക്ക് വരൂല. ഇവിടെ ഇപ്പൊ മഞ്ഞച്ചോറും പോത്തിറച്ചിയും വിതരണം ചെയ്യുന്ന നേരത്തെ ഈ അവല് സെഫിന്ന് ഇങ്ങനെ കമ്മിറ്റി ഭാരവാഹികൾ ബോക്സിലാക്കി ഇങ്ങനെ കൊടുത്തു വരുമ്പോ 2ാം സെഫിലുള്ള ആൾ ഉറങ്ങുമോ? ഇങ്ങനെ നോക്കി കുത്തിരിക്കും, അത് എത്തോളം. എങ്ങനെ ഉറങ്ങരുത്? തീർച്ചയായിട്ടും ക്ലേശത്തിന്റെ കൂടെയാണ്, പ്രതിസന്ധികളുടെ കൂടെയാണ്, പ്രയാസത്തിന്റെ കൂടെയാണ് യുസ്റ, ആശ്വാസം, ആയാസം, സുഖം. ഒരു ഇറക്കം കിട്ടണമെങ്കിൽ കേറണ്ടേ മക്കളെ? വേണ്ടേ? ഒരു സുഖം കിട്ടണമെങ്കിൽ ഒരു പ്രയാസം അനുഭവിക്കണം. ഫഇന്ന മഅൽ റസൂലേ, പ്രിയപ്പെട്ട സ്വഹാബാക്കളെ, അല്ലാഹ് പറയാണ് നിങ്ങൾ ദുരിതം പേറുന്നുണ്ട്, നിങ്ങൾ എന്നും ദുരിതം പേറേണ്ടവരല്ല. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ ഞെരുക്കത്തിന്റെ ഗസയിലെ നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അനിയന്മാർ, നമ്മുടെ പിഞ്ചുമക്കൾ ലീഖിലാണ്, ഉസ്റിലാണ്. ഒരു ചെറിയ പ്രദേശത്ത് അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഞെരുക്കത്തിന്റെ കൂടെ തന്നെ എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. വീണ്ടും അല്ലാഹ് ആവർത്തിക്കാണ്, ഉറപ്പിച്ചോ, പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പമുള്ളത്. പലസ്തീനിലെ രംഗങ്ങൾ ഹൃദയഭേദകമാണ്. നമ്മൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിൽ ലോകമുണരാൻ വേണ്ടി, അവർക്ക് വേണ്ടി നമ്മൾ തെരുവിലിറങ്ങിയിരുന്നു, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നമ്മൾ കുഴങ്ങി ക്ഷീണിച്ച് നിർത്തേണ്ട സമയമല്ല. കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്, ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് ഗസ മുനമ്പിലെ അവസ്ഥ. ഇന്നലെ എൻ്റെ വൈഫ് പറഞ്ഞു, അവിടുന്ന് വന്ന ഒരു വീഡിയോ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ ഞാൻ കിടന്നൊന്ന് കണ്ടപ്പോൾ അന്നത്തെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല, എൻ്റെ തലയണ കണ്ണുനീർ കൊണ്ട് കുതിർന്നു, ഞാൻ കരഞ്ഞു കിടക്കുകയായിരുന്നു എന്ന് എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു. എന്താണ് അവിടുന്ന് കാണുന്ന റിപ്പോർട്ടുകൾ, വീഡിയോകൾ? എൻ്റെ നിങ്ങളെയും മക്കള്, കൊച്ചുമക്കള് ഒരു രാത്രി അത്താഴം കഴിക്കാതെ കിടന്നുറങ്ങിയാൽ ആ ഒട്ടിയ വയറ് കണ്ടിട്ട് എനിക്കും നിങ്ങൾക്കും സഹിക്കോ? നേരം വെളുത്ത അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. തിന്നാൻ കിട്ടാതെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ പിഞ്ചു പൈതങ്ങൾ എല്ലും തൊലിയുമായി അസ്ഥിരൂപങ്ങളായി മാറിയിട്ട് മരിക്കുമ്പോൾ ഒന്ന് പിടയാൻ പോലുമുള്ള ആവതില്ലാതെ മരിച്ചു വീഴുന്ന നമ്മുടെ മക്കൾ അല്ലേ? ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവരെ ക്രൂരമായി വെടിവെച്ചു കൊല്ലുന്ന കാബാലികന്മാർ. വർത്തമാനകാലത്തിന്റെ ദജ്ജാലാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും. ഇന്ന് ജീവിക്കുന്ന ദജ്ജാലുകളാണ്. ദജ്ജാലിന്റെ കയ്യിൽ സ്വർഗമുണ്ട്, നരകമുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ദജ്ജാല് വന്ന് സ്വർഗം കാണിക്കും, യഥാർത്ഥ നരകമായിരിക്കും അവന്റെ സ്വർഗം. അവന്റെ നരകണ്ടല്ലോ, ഗസക്കാരനുഭവിക്കുന്ന നരകം, അത് യഥാർത്ഥത്തിൽ സ്വർഗമായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ദജ്ജാലിന്റെ ആധുനിക ആൾ രൂപങ്ങളാണ് ഈ 2 കാബാലികന്മാർ. നമുക്ക് പ്രതിഷേധിക്കാം, അല്ലാഹുവേ ഈ കാബാലികരെ നീ ഒതുക്കണേ റബ്ബേ. ഇപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പലരും പലസ്തീനിനു വേണ്ടി ശബ്ദിച്ചു തുടങ്ങി. കാനഡയടക്കം ബ്രിട്ടൻ അടക്കം പല രാഷ്ട്രങ്ങളും അതൊരു സ്വന്തം അഭിമാനമുള്ള അസ്തിത്വമുള്ള രാജ്യമാകട്ടെ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പലസ്തീനിലെ മക്കൾ ചിരിക്കും സമീപ ഭാവിയിൽ. നമ്മുടെ പ്രതീക്ഷ അതാണ്. അള്ളാഹു അത് നമുക്കൊക്കെ കാണിച്ചു തരട്ടെ.
നമുക്ക് പ്രതിഷേധിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷെ അതിനേക്കാൾ നമുക്ക് ആശ്വാസം ഈ ഖുർആനിക വചനത്തിലാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഈ ക്ലേശത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കൂടെ യുസ്റ, ആശ്വാസമുണ്ട്. എവിടെ ആശ്വാസം? മൊയ്ലിയരെ, പൊന്നാര ചങ്ങായിമാരെ, മരണം നടന്ന അവിടെ നിന്നാണ് ആശ്വാസമാണ്. ഈ മക്കൾ മരിച്ചു വീണ അവിടുന്ന് അങ്ങോട്ട് ആശ്വാസമല്ലേ? വെടിയേറ്റ് പിടഞ്ഞു വീഴുന്ന ഫലസ്തീനിലെ മക്കൾക്ക് മരണം സംഭവിക്കുന്നതോടെ മരിക്കുന്നില്ല, അവർ റബ്ബിങ്കൽ അവർ അന്നപാനീയങ്ങൾ, സ്വർഗീയ വിഭവങ്ങൾ ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് അല്ലാഹ് പറഞ്ഞത്. ഈ ക്ലേശത്തിന്റെ കൂടെ തന്നെ ആശ്വാസവും സന്തോഷവുമുണ്ട്. ഇന്ത്യൻ മുസൽമാൻ നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രവാർത്ത എന്താ? മലേഗാവ് സ്ഫോടനം. എന്തായിരുന്നു സംഭവം? ഒരു കവലയിൽ മുസ്ലിം സമൂഹം ജീവിക്കുന്ന ഒരു നാട്ടില് പെരുന്നാളിന്റെ രാവിലെ മക്കൾക്ക് പുത്തൻ പുടവകൾ മേടിക്കാൻ, രാവിലത്തെ ഭക്ഷണത്തിനുള്ള വകകൾ സ്വരൂപിക്കാൻ രാത്രി പെരുന്നാൾ രാവിൽ കവലയിൽ ഇറങ്ങിയപ്പോ ഒരു മോട്ടോർ സൈക്കിളിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ച് അതങ്ങ് പൊട്ടിത്തെറിപ്പിച്ചു. അതിൽ പിടിക്കപ്പെട്ടതാരാ? മുൻ MP അടക്കമുള്ള ഹിന്ദുത്വ ഭീകരവാദികൾ. ഇന്നലെ NIA കോടതി അവരെ വെറുതെ വിട്ടു. രണ്ട് കന്യാസ്ത്രീകള് സുവിശേഷം പറയാനും പാവങ്ങളെ സഹായിക്കാനും ഛത്തീസ്ഗഡിലേക്ക് വണ്ടി കയറിയപ്പോ അവരെ രണ്ടെണ്ണത്തിന് പിടിച്ചപ്പോ ജയിലിലിട്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കും. ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു രക്ഷിക്കട്ടെ, ആ പാവങ്ങൾ റിലീസായി വരട്ടെ, അവർ ബുദ്ധിമുട്ടണം, നമുക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ ഈ ഉമ്മത്തിന് ആ ആനുകൂല്യം കിട്ടൂല. ഉറപ്പിച്ചോ? എന്തുകൊണ്ടാ കിട്ടാത്തത്? അല്ല അങ്ങനെ നമ്മളെ വളർത്തുന്നത്. ഞാനും നിങ്ങൾ ഈ ദുരിതമൊന്നും കാണുന്നില്ലെങ്കിലും മനോവേദന കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് അവരെ കൂടെ നിൽക്കുക. പിന്നെ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടൊക്കെ സഹിക്കുന്നുണ്ടല്ലോ, സാമ്പത്തിക പ്രശ്നം ഉണ്ടല്ലോ, ശാരീരിക വിഷയങ്ങൾ ഉണ്ടല്ലോ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. അല്ലെങ്കിലും കൂട്ടരെ, നമുക്ക് സിറാത്ത് പാലം കടക്കണ്ടേ? അത് കടക്കാതെ സ്വർഗത്തിലെത്താൻ പറ്റുമോ? അത് കടക്കണ്ടേ നമുക്ക്? ഏതാണ് ആ പാലം? ഹിയ അദഖു മിന ശഅരി, മുടിയേക്കാൾ നേർത്ത പാല. വ അഹദ്ദു മിന സൈഫി, വാളിനേക്കാൾ മൂർച്ചുള്ള പാലാണ്. അതിൽ കയറണ്ടേ? അതിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് ഇവിടുന്ന് എടുത്ത് പോകണം. ദുന്യാവിൽ നിന്ന് ആ പാലത്തിലൂടെ ഓടാനുള്ള ട്രെയിനിങ് എടുത്തവർക്ക് മാത്രമേ അപ്പുറത്തേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. നരകത്തിന് മീതെ, ജഹന്നമിന് മീതെ നാട്ടപ്പെട്ട ഈ സിറാത്തിലൂടെ പോകാൻ ട്രെയിനിങ് എടുക്കണം. അതാണ് ഇസ്ലാം പറയുന്നത്. ഫമനിസ്തവാ അലാ ഹാദ സിറാത്തുൽ മുസ്തഖീം, ഈ നേരായ പാതയിൽ ആരാണോ ദുനിയാവിൽ അടിയുറച്ച് നിന്ന് അതിലൂടെ യാത്ര ചെയ്യുന്നത്, ജാസ അലാ മിസ്ലി ഹാദ സിറാത്തി ഫിൽ ആഖിറ, അവർ മാത്രമാണ് ഇതിന് സമാനമായ സിറാത്തിലൂടെ കടന്ന് സ്വർഗത്തിലെത്താൻ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അമേരിക്കയുടെ എതിർപ്പുണ്ടാകും, ഇസ്രായേലിന്റെ ശല്യം ഉണ്ടാകും, ഭരണകൂട ഭീകരതയുടെ ഭാഗത്ത് നിന്നുള്ള ശല്യങ്ങൾ ഉണ്ടാകും, പല പ്രതിസന്ധികൾ ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, മനോഹാനി വരും, പല വിഷയം വരും. അപ്പോഴൊക്കെ അടിയുറച്ച് നിന്നെന്റെ റബ്ബ്, ഇത് കാണുന്ന റബ്ബ്, ഇത് വിധിച്ച റബ്ബ് എന്നെ നന്നാക്കാൻ, പരീക്ഷിക്കാൻ തന്നതാണെന്ന നിലക്ക് ഈ നേരായ പാതയിൽ അടിയുറച്ച് നിന്ന് മുന്നേറുന്നവർ അവരാണ് പരലോകത്താ പാലം കിടക്കുക. പഠിച്ചോൻ ഇതിനെങ്ങനെ പറ്റുക? നമ്മളെ കൊണ്ട് ഒറ്റക്ക് പറ്റൂല, അള്ളാഹ് കൈ പിടിച്ചു കൊണ്ടോണം. ഇതിനു വേണ്ടിയാണ് ഒരു ദിവസം മിനിമം 17 തവണ ദുആ ചെയ്യാൻ അള്ളാഹ് ഫർലാക്കിയത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം 17 തവണ. ഇത്ര അധികം ദുആ ചെയ്യാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല അല്ലേ? ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം 5 വക്തിലായി 17 തവണ ദുആ ചെയ്യാൻ അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ പറഞ്ഞ ദുആ? അള്ളാഹുവേ, ഈ വഴിക്ക് പോകുക എന്ന് പറഞ്ഞ പ്രശ്നമാണ്. ലോകം മൊത്തം കല്ലെറിയാണ്. ഒരു നല്ലതൊരു പണ്ഡിതൻ ഒരു നിമിഷപ്രിയയുടെ കാര്യത്തിൽ ചെയ്താലും അത് അയാൾ ചെയ്തത് ശരിയായില്ല, അപരവൽക്കരണം. മുസ്ലിം എന്തു ചെയ്തിട്ടും കാര്യമല്ല, അവർ ശത്രുക്കളാണ്, രാജ്യത്തിന്റെ ശത്രുക്കളാണ്, അവരാട്ടി ഓടിക്കപ്പെടേണ്ട ടീമാണ് ഈ മുദ്ര. എന്ത് നല്ലത് ചെയ്താലും പ്രശ്നാണ്. ഇവിടെ നിൽക്കാൻ പ്രശ്ന. അതുകൊണ്ടാണ് തേടുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം.
രാജ്യത്ത് പ്രശ്നമാണ്, നാട്ടിൽ പ്രശ്നമാണ്, സാമ്പത്തിക എല്ലാ രംഗത്തും പ്രശ്നമാണ്. അള്ളാഹുവേ, എന്നെ കൊണ്ട് ഒറ്റക്ക് നടക്കാനാവൂല ഈ ദുന്യാവിൽ. സിറാത്തും മുസ്തഖീമിലൂടെ, നിന്നിലേക്കുള്ള പാതയിലൂടെ എന്നെ കൊണ്ട് ഒറ്റക്ക് പോകാൻ പറ്റൂല. അല്ലാ, നീ കൈപിടിച്ചു കൊണ്ടുപോകണം. ഇഹ്ദിന, ഞങ്ങളെ നയിക്കണം. സിറാത്തും മുസ്തഖീമിലൂടെ നീ ഞങ്ങളെ കൈപിടിച്ച് നയിക്കണം അല്ലാ. ഈ ദുആ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞത് ആകത്തുക മനസ്സിൻ്റെ ദുരാഗ്രഹങ്ങൾക്കെതിരെയുള്ള സമരത്തെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ ഈ മുജാഹദയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്.